ഒരു രാജ്യത്തെയാകെ സ്വപ്നം കാണാനും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ അധ്വാനിക്കാനും പ്രേരിപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രഭാഷണ പരമ്പരയെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ. തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ നടക്കുന്ന മൻ കി ബാത്ത് ക്വിസ് 4ാം സീസൺ താലൂക്ക് തല മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവയ്ക്കുന്നത് യഥാർത്ഥ ജീവിതത്തിലെ ഉദാഹരണങ്ങളാണ്. ഇത് ഓരോ വ്യക്തികളിലും പ്രചോദനമാകണമെന്നും വി മുരളീധരൻ പറഞ്ഞു. മൻ കി ബാത്തിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന ധാരാളം ഇൻസിഡൻസ്, അതെല്ലാം ലൈവ് ഇൻസിഡൻസ് ആണ്, റിയൽ ലൈഫ് ഇൻസിഡൻസ് ആണ്, റിയൽ ലൈഫ് ഉദാഹരണങ്ങളാണ്. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൽ നിന്ന് ഒരു മോട്ടിവേഷൻ കിട്ടാൻ, നമുക്കതിൽ നിന്ന് പ്രേരണ കിട്ടാൻ, അതിലൂടെ നമ്മളും ആ തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാൻ അതിന് സഹായകരമാകുന്നതാണ്. മാത്രമല്ല, അദ്ദേഹം നമ്മളെ ജനങ്ങളെ ബാധിക്കുന്ന പല വിഷയങ്ങളാണ് അദ്ദേഹം നമ്മളോട് ചർച്ച ചെയ്യുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ എപ്പിസോഡ് ഞാനും കൂടി കേട്ടപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന തട്ടിപ്പ്. ഇന്നിവിടെ അശോക് ഘോഷിനെ ഇവിടെ നമ്മൾ ആദരിക്കുന്നു. കാരണം അശോക് ഘോഷ് ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന തട്ടിപ്പ്, ആ തട്ടിപ്പിനെ സ്വന്തം സമചിത്തത കൊണ്ട്, സ്വന്തം അറിവുകൊണ്ട്, ആ അറിവുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ഈ തട്ടിപ്പ് നടത്താൻ വന്ന ആളുകളോട് രക്ഷപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അനുഭവം തീർച്ചയായിട്ടും ഇവിടെ പറയും. നമ്മുടെ നാട്ടിൽ വലിയ വലിയ ആൾക്കാരൊക്കെ ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന തട്ടിപ്പിൽ പെട്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞപ്പോഴാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന സംഭവമേ സാധ്യമല്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോഴാണ് പലരും ഇത് വെറും തട്ടിപ്പാണ്, ഇങ്ങനെ ഒന്ന് നടപ്പിലാക്കാൻ, ഇങ്ങനെ ഒന്ന് ചെയ്യാനേ പറ്റില്ല എന്ന് മനസ്സിലാകുന്നത്. അതോടുകൂടി ധാരാളം ആളുകളുടെ ആശങ്ക മുഴുവൻ ഇല്ലാതായി. മാത്രമല്ല, നമ്മുടെ സംസ്കാരം